ഹലോ ഡിയേഴ്സ്, നിങ്ങൾ നീറ്റ് 2026 വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല, നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇനിയുള്ള നാല് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് സ്മാർട്ട് ആയിട്ട് പഠിക്കുക നമ്മൾ പറയും, ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം സ്കോർ നേടാൻ സാധിച്ചാൽ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മാത്രമല്ല ബയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊക്കെ ടോപ്പിക്കുകളാണ് എന്നുകൂടി നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. മുൻ വർഷങ്ങളിലെ നമ്മൾ ആ ഒരു അനാലിസിസ് വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഓരോ ചാപ്റ്ററിലെയും ടോപ്പിക്കുകളും ഏത് ചാപ്റ്ററാണ് ആദ്യം പഠിക്കേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ നീറ്റുമായി ബന്ധപ്പെട്ട കിഡിൽ ട്രിക്കുകൾ, സ്ട്രാറ്റജീസ്, കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരും. അപ്പൊ നിങ്ങൾ ഇപ്പം ക്ലാസ് 11 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ക്ലാസ് 12 അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ട്, നീറ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നീറ്റ് ഓറിയന്റഡ് ആയിട്ടും അല്ലാണ്ടെയും ഒക്കെ ക്ലാസ് 11, 12 വേണ്ടി പഠിക്കാനും അതുപോലെ നീറ്റിന് വേണ്ടി പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. കിഡിൽ സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മുടെ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിന് കൂടി നിങ്ങൾ ക്ലാസ് 11 വരെ ഉണ്ട്, 12 വരെ ഉണ്ട്, നീറ്റ് റിലേറ്റഡ് ആയിട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ നിങ്ങൾ ജോയിൻ ആകാൻ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ വെക്കാം. അപ്പൊ ഇതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം എന്ന് പറയുന്നത്. കാരണം നമുക്ക് മുന്നോട്ടേക്കുള്ള ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുന്ന ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ, ഹൈപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, തിരിച്ച് നമ്മളും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതൊക്കെയാണ്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ അത് സ്കോർ കൊണ്ടുള്ള ബെനിഫിറ്റ് ഞാൻ ആദ്യം പറയാം. ഇപ്പൊ നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ഗവൺമെന്റ് MBBS ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, പക്ഷെ ആ ഒരു സ്കോറിലോട്ട് എത്തിയില്ലെങ്കിൽ പോലും നല്ല സ്കോർ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചാൽ പോലും സ്കോർ നേടാൻ സാധിച്ചാൽ നിങ്ങളുടെ സ്കോർ കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് അടുത്ത വർഷം കോച്ചിങ്ങിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് ലഭ്യമാകുന്നത്. കാരണം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നല്ല സ്കോർ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കാറുണ്ട്. ഈവൻ ഹോസ്റ്റൽ ഫെസിലിറ്റി വരെ ചിലപ്പോൾ നിങ്ങളുടെ സ്കോർ ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ വലിയൊരു ബെനിഫിറ്റ് അല്ലേ അത്. മാത്രമല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കോർ അനുസരിച്ച് ഇപ്പം നന്നായി സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്കോർ അനുസരിച്ചുള്ള ഫീസിലെ റിഡക്ഷൻ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും, അതും ഒരു ബെനിഫിറ്റ് അല്ലേ. മാത്രമല്ല പല സെന്റേഴ്സിലും നിങ്ങൾക്ക് +2 മാർക്ക് കുറഞ്ഞാൽ പോലും നിങ്ങളുടെ നീറ്റിന്റെ മാർക്ക് സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഒരു കാര്യം. അപ്പം ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടേതായ ക്രൈറ്റീരിയ ഉണ്ടാകും, ഇത്ര മാർക്ക് പെർസെന്റേജ് ഉള്ളവർക്ക് കിട്ടുമെന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഓഫ്ലൈൻ ബാച്ചിലോട്ടൊക്കെ കയറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ബെനിഫിറ്റ്. ഇനി അതുമല്ല മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ മെഡിക്കൽ, ഡെന്റൽ അല്ലെങ്കിൽ അങ്ങനത്തെ കോഴ്സുകളെല്ലാം അല്ലീഡ് കോഴ്സുകളിലോട്ട്, അതായത് കുറഞ്ഞ സ്കോർ വേണ്ട കോഴ്സുകളിലോട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് അതിനപ്പുറം നേടാൻ സാധിക്കുന്ന രീതിയിൽ സ്മാർട്ടായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത്. സോ അതിലോട്ടൊക്കെ വരാം. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പം ഇതുവരെ അധികം സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ല, ഇനി അങ്ങോട്ട് നന്നായി പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ള സ്ട്രാറ്റജീസ് ഞാൻ ആദ്യം പറയാം. അപ്പൊ ഞാൻ ഇപ്പം ഇതിനകത്ത് ആദ്യം നമ്മൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ബയോളജിയിൽ 360 മാർക്കാണല്ലോ, ബയോളജി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അത് ഞാൻ ബയോളജിയിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് പറയാം. പിന്നെ കെമിസ്ട്രി എങ്ങനെ പഠിക്കാം, അതായത് ബയോളജി പഠിക്കുക എന്ന് പറഞ്ഞാൽ ബയോളജിയിലെ വെയിറ്റേജ് നോക്കിയിട്ട് വേണം പഠിക്കാൻ, വെയിറ്റേജും ഈസിനെസ്സും എളുപ്പമൊക്കെ നോക്കിയിട്ട്. കാരണം കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ബയോളജിയും തീർക്കണം, കെമിസ്ട്രിയും തീർക്കണം, ഫിസിക്സും എല്ലാം നോക്കണ്ടേ. അപ്പം 4 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാം. മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ ഇപ്പം നല്ല ഹൈ സ്കോർ വേണം ഗവൺമെന്റ് MBBS, അതല്ലാണ്ട് ചില കാറ്റഗറികളിൽ ലോ സ്കോർ മതി ഗവൺമെന്റ് MBBS കിട്ടാൻ. അപ്പൊ ചിലപ്പം ഈ 4 ദിവസത്തെ പഠനം കൊണ്ട് നിങ്ങൾക്ക് ഗവൺമെന്റ് MBBS വരെ വേണമെങ്കിൽ ക്രാക്ക് ചെയ്യാൻ സാധിച്ചേക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തമ്പനയിൽ നമ്മൾ ആ രീതിയിൽ അതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പം അതിനകത്ത് 4 ദിവസങ്ങൾ കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ +2 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, +2 വെയിറ്റേജ് കൂടുതൽ. നിങ്ങൾ ആദ്യം +2 ടോപ്പിക്സ്, +2 ചാപ്റ്റേഴ്സ് എടുക്കുക. അതിൽ തന്നെ ആദ്യം ബയോളജി ആണല്ലോ പെട്ടെന്ന് പഠിച്ചു തീർക്കാവുന്നത്. നിങ്ങൾ ബയോളജി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് തുടങ്ങാതെ. അപ്പൊ ഞാൻ ഇതിനകത്ത് 2025 വെയിറ്റേജ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാവുന്ന ഏരിയകളൊക്കെ നമ്മൾ ഇതിനകത്ത് ഞാൻ വരാൻ സാധ്യതയുള്ള കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള ഏരിയകൾ അത് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിനകത്തെ ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ്സിൽ PCR നിങ്ങൾക്ക് അറിയാലോ, പോളിമർ. അതായത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് +2 ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചില്ലേ, നിങ്ങൾ നീറ്റിന്റെ ആ ഒരു വന്ന ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ കാണിക്കാം കഴിഞ്ഞ 2025. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ ബോർഡിന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണല്ലോ എന്ന്. അപ്പൊ നിങ്ങൾ അത് NCERT പോയിട്ട് അത് റിവൈസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡിന് പഠിച്ച നോട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിവൈസ് ചെയ്യുകയാണ് ആദ്യം ഇപ്പം ചെയ്യേണ്ടത്. ഒപ്പം നിങ്ങൾ ഞാൻ പറയുന്ന ആ ഓർഡർ അനുസരിച്ച് ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകളിൽ പഠിക്കുക. അപ്പൊ ബയോടെക്നോളജി പ്രിൻസിപ്പൽസ് ആൻഡ് പ്രോസസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതിൽ തന്നെ കൂടുതൽ വന്നിട്ടുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുള്ളത് PCR, PBR 322, അതെല്ലാം നിങ്ങൾ +2 പഠിച്ചതെല്ലാം എന്ത് ചെയ്യുക, അതിനകത്ത് നോക്കി പോവുക. അപ്പൊ ഇതും കൂടി അതിനകത്ത് ഫോക്കസ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ഞാൻ വെക്കാൻ കാരണം, അതിനകത്ത് കഴിഞ്ഞ വർഷം 3 ക്വസ്റ്റ്യൻ വന്നുള്ളൂ എങ്കിലും അത് എപ്പോഴും ഈ ഇന്ററാക്ഷൻ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ ഗ്രോത്ത് കർവ് കാര്യങ്ങൾ, അങ്ങനെ കുറഞ്ഞ ഒരു ടോപ്പിക്കുകളേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് 3 മാർക്ക് 12 മാർക്ക് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാവുന്നതായതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ ഇവിടെ വെച്ചത്. എക്കോസിസ്റ്റം അങ്ങനെ തന്നെയാണ്, 4 മാർക്കാണ്.
ഇപ്പൊ ഇക്കോ സിസ്റ്റം ആണെങ്കിലും നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച ഗ്രോത്ത് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റിയുടെ യൂണിറ്റ്, പിന്നെ ഫ്ലോ ഓഫ് എനർജി, മറ്റേ പിരമിഡുകൾ, ബയോമാസിന്റെ പിരമിഡ്, എനർജി പിരമിഡുകളൊക്കെ ഉണ്ടല്ലോ, ബയോമാസിന്റെ സംഭവങ്ങൾ, അതുപോലെ തന്നെ പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവങ്ങൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പിന്നെ ഫ്ലോ ഓഫ് എനർജി കാര്യങ്ങൾ, തെർമോഡൈനാമിക്സ്, പിന്നെ ഇതിനകത്ത് ഇത് നിങ്ങളെ പ്ലസ് ടുവിന് എക്സാമിന് ചോദിച്ചതാണ്, ബോർഡ് എക്സാമിനൊക്കെ. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇതിന്റെ യൂണിറ്റ്, പ്രൊഡക്ടിവിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള യൂണിറ്റ് സംഭവങ്ങൾ. പിന്നെ ഇതാണ് കിട്ടില്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങൾ നീറ്റിന് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡ് എക്സാമിന് ചെറിയ വെയിറ്റേജ് ആണെങ്കിൽ നീറ്റിന് ആ ചാപ്റ്ററിന് ഹൈ വെയിറ്റേജ് വന്നായിട്ട് കാണാൻ സാധിക്കും. മൈക്രോസേ ഹ്യൂമൻ വെൽഫെയർ 2-3 മാർക്ക് ബോർഡ് എക്സാമിനുള്ളൂവെങ്കിൽ നീറ്റിന് നോക്കിയ 4 ക്വസ്റ്റ്യൻ ആണ് 16 മാർക്ക്. അപ്പൊ ഒരു ഹൈ വെയിറ്റേജ്, കാരണം നമ്മുടെ മോളിക്കുലാർ ബേസിസിന് പോലും ഒരു 6-7 ഒക്കെയാണ് ചോദിക്കാറ്. കഴിഞ്ഞ വർഷം അതിനകത്ത് മാക്സിമം വന്നത് 6 മാർക്കിൽ 6 മാർക്കല്ല 6 ചോദ്യങ്ങൾ 7 ചോദ്യങ്ങൾ. പക്ഷെ ഇവിടെ നോക്കിയേ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ 4 ക്വസ്റ്റ്യൻസ് 16 മാർക്ക്. അപ്പൊ അതിനകത്ത് കഴിഞ്ഞ വർഷം ചോദിച്ച ഡിസ്റ്റിലേഷൻ വിത്ത് വിത്തൗട്ട്, അതായത് വിത്ത് ചെയ്യുന്നത് ഉണ്ട്, നമ്മുടെ ഹൈ ക്വാളിറ്റി ഉള്ള, അതിനകത്ത് കുറച്ചുകൂടി എന്താ പറയാ ആൽക്കഹോൾ കണ്ടന്റ് ഒക്കെ കൂടുന്ന രീതിയിലുള്ള നമ്മുടെ ബ്രാൻഡി, റം സംഭവങ്ങൾ, ഇത് ബിയർ സംഭവങ്ങൾ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ അത് ചോദിക്കാറുണ്ട്, അതിനകത്തുണ്ടല്ലോ. പിന്നെ സ്ട്രെപ്റ്റോകൈനേസ്, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ പ്ലസ് ടു പഠിച്ചതൊക്കെ പഠിച്ചു പോവുക. പിന്നെ ഇതിനകത്ത് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ചാപ്റ്റർ. അതിനകത്ത് ക്യാൻസറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, ആന്റിബോഡി, ഇതെല്ലാം നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്നതല്ലേ. ഇപ്പം റീസെന്റ് ലിംഫോയിഡ് ഓർഗനും പ്ലസ് ടു ബോർഡ് എക്സാമിന് വന്നിട്ടുണ്ട്. പിന്നെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എപ്പോഴും ബോർഡ് എക്സാമിന് പഠിക്കുന്നതാണ്. പിന്നെ മരുന്നുകൾ, ഇതിനകത്ത് ഡ്രഗ്സിന്റെ, കൊക്കൈന്, മയക്ക് മരുന്നുകളുടെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന, നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ആ ഒരു മെഡിസിന്റെ, ആ ഒരു മെഡിസിൻ അല്ല, അതിനകത്ത് ഡ്രഗ്സുകളുടെ കാറ്റഗറി. പിന്നെ ഡിസീസ്, അതിനകത്ത് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലെ അസുഖങ്ങൾ, ഓർഗാനിസം, അതിന്റെ സിംറ്റംസ് കാര്യങ്ങൾ, അതൊക്കെ നോക്കി പോവുക. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് മോളിക്കുലാർ ബേസിസ് വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുന്നേ അത് വേണമെങ്കിൽ ബുദ്ധിമുട്ടുള്ള കുറെ കോൺസെപ്റ്റ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കാം. പക്ഷെ എന്തായാലും സ്കിപ്പാക്കി പോകേണ്ട, കാരണം 7 മാർക്കാണ് ബയോളജിയിൽ. 7 മാർക്കിൽ 7 ക്വസ്റ്റ്യൻസ് ആണ് 2025 ഇതിന് വന്നത്. അപ്പൊ നിങ്ങൾ നോക്കുക, RNA DNA വ്യത്യാസങ്ങൾ, പിന്നെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അപ്പൊ അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ കാര്യങ്ങൾ, പിന്നെ ഇതിലെ സയന്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ, ഓരോരുത്തരും ജെനറ്റിക് കോഡ് ആരാണ് കണ്ടുപിടിച്ചത്, കോഡുമായി ബന്ധപ്പെട്ടുള്ള ചർഗാഫ്സ് റൂൾ, അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. മെസൽസൺ സ്റ്റാലി എക്സ്പെരിമെന്റ്, അങ്ങനെ ഓരോ എക്സ്പെരിമെന്റുകൾ, അതൊക്കെ പഠിക്കുക. സയന്റിസ്റ്റിനെ കൊണ്ട് ഗാമോ, പിന്നെ ഇസ്റ്റോണ്, അതിന്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നത് തന്നെ. ജോർജ് ഗാമോ, ജെനറ്റിക് കോഡിന്റെ എപ്പോഴും ചോദിക്കാറുണ്ട്, പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന സംഭവങ്ങൾ തന്നെ. അതിനകത്ത് DNA ഫിംഗർ പ്രിന്റിംഗ് ഒക്കെ നോക്കിയിട്ട് പോയിക്കോളും. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ അതിനകത്ത് 4 ക്വസ്റ്റ്യൻ ആണ് 2025 വന്നത്. കണ്ടോ, 4 ക്വസ്റ്റ്യൻ 2025. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിനേഷൻ, അതിന് ആ ഭാഗമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷൻ, എൻഡോസ്പേം, ടഫ്റ്റീറ്റം, അതൊക്കെ നമ്മൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഏരിയകൾ തന്നെ നിങ്ങൾ നോക്കി പോവുക. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ഓർഡർ അനുസരിച്ച് നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ച സംഭവങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇപ്പം അതിനുള്ള സമയമേ ഉള്ളൂ. അല്ലാണ്ട് NCERT ലൈൻ ബൈ ലൈൻ ഒന്നും പഠിക്കാൻ സമയമില്ലല്ലോ. ഇപ്പൊ വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ 2024, 2023 ഒക്കെ നോക്കൂ. നിങ്ങൾ ബോർഡ് എക്സാം പഠിക്കുന്ന ഇമ്പോർട്ടന്റ് ഏരിയകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ്. പിന്നീട് ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ ആണ് വന്നത്. അപ്പൊ അതിനകത്ത് അതിലെ പോളിജെനറ്റിക് ഇൻഹെറിറ്റൻസ്, ഡൈഹൈബ്രിഡ് ക്രോസ്, മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഒക്കെ റേഷ്യോ ചോദിക്കാറുണ്ട്. NCERT ഡയഗ്രം, അതിലെ പെഡിഗ്രി അനാലിസിസ്, അതുപോലെ ഓട്ടോസോമൽ ഡോമിനന്റ്, സെക്സ് ലിങ്ക്ഡ് റെസസീവ്, അതിന്റെ സംഭവങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ 2024 ടെസ്റ്റ് ക്രോസ് വന്നിരുന്നു കേട്ടോ, അത് നോക്കി പോയിക്കോളൂ. പിന്നെ ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്തായാലും ബോർഡ് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ്, നമ്മൾ പഠിക്കുന്നതല്ലേ. അപ്പൊ അത് പഠിച്ചോളൂ. ക്രോമസോമൽ ഡിസോർഡേഴ്സ്, ജെനറ്റിക് ഡിസോർഡേഴ്സ് സംഭവങ്ങളൊക്കെ. പിന്നെ ഹ്യൂമൻ റിപ്രൊഡക്ഷനിൽ ഇതിനകത്ത് 4 ക്വസ്റ്റ്യൻ വന്നത് 16 മാർക്ക്. ഹൈ വെയിറ്റേജ് ആണ്. അപ്പൊ അതിന് തന്നെ വന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നിന്ന് സ്പേമുമായി ബന്ധപ്പെട്ടുള്ളതാണ് 2025 ഒരു ക്വസ്റ്റ്യൻ, അതിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട്. അതായത് നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്നത് തന്നെ. പിന്നെ ഓർഗൻ ഫോർമേഷൻ, ഓരോ വീക്കിലും കുഞ്ഞിലെ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ്, ഓരോ മാസവും ആകുമ്പോൾ എന്തൊക്കെ, ലിംബ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത്, ഹെയർ എപ്പോഴാണ് ഫോം ചെയ്യുന്നത്, ആ ഒരു ലാസ്റ്റ് ടേബിൾ ഒക്കെ ഉണ്ടല്ലോ, അത് പഠിക്കാൻ NCERT. oogenesis, സ്പെമാറ്റോജെനിസിസ്, മെൻസ്ട്രൽ സൈക്കിൾ, പിന്നെ മോണോസൈഗോട്ടിക് ടിൻസ്, ഫ്രറ്റേണൽ ടിൻസ് എന്ന് പറഞ്ഞിട്ട് നോൺ ഐഡന്റിക്കൽ ടിൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു. പിന്നെ കൊളസ്ട്രോൾ. അപ്പൊ നിങ്ങൾ എന്തായാലും NCERT നിങ്ങൾ ഹ്യൂമൻ റിപ്രൊഡക്ഷന് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ബോർഡ് എക്സാമിന് പഠിക്കുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നോക്കി പോവുക. പിന്നെ റിപ്രഡക്റ്റീവ് ഹെൽത്ത് അധികം വെയിറ്റേജിൽ വന്നിട്ടില്ലെങ്കിലും 2025 ഒരു ക്വസ്റ്റ്യൻ വന്നു, 2024 ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ അതും തന്നെ അസിസ്റ്റഡ് റിപ്രഡക്റ്റീവ് ടെക്നോളജീസ് ഉണ്ടല്ലോ, നമ്മുടെ സൈഗോട്ട് ഇൻട്രോഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ടെക്നിക്കുകൾ, പിന്നെ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകും. ബയോഡൈവേഴ്സിറ്റിയിൽ എക്സിറ്റീവ് ഇൻസിറ്റീവുമായി ബന്ധപ്പെട്ട് പിന്നെ ബോർഡ് എക്സാമിന് പഠിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ. ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ, ഹാബിറ്ററ്റ് ലോസ്, ഫ്രാഗ്മെന്റേഷൻ, എവിൽ കോർട്ടറ്റ്, അങ്ങനെയൊക്കെ തന്നെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ ട്രോപ്പിക്സിൽ എന്തുകൊണ്ടാണ് സ്പീഷീസ് റിച്ച് എന്ന് 2024
വന്നു. ഇതിനൊക്കെ 2 മാർക്കിനുള്ള വരാറുണ്ട്. എവല്യൂഷൻ ആണെങ്കിൽ ഹോമലോഗസ്, അനലോഗസ്, ആർഡി വെയിൻബർഗ്, അഡാപ്റ്റീവ് റേഡിയേഷൻ, ഹ്യൂമൻ എവല്യൂഷൻ ഒക്കെ ആ സംഭവങ്ങൾ എന്നെ ബോർഡ് എക്സാമിൽ പഠിക്കുന്നത്. അപ്പോൾ 2024 ഈ ഒരു കാറ്റഗറി നിന്നൊക്കെയാണ് വന്നത്. ബയോടെക്നോളജി ആപ്ലിക്കേഷൻ നിങ്ങൾ RNA ഇന്റർഫറൻസ് നിങ്ങൾ പഠിച്ച എലി RNA ഇന്റർഫറൻസ് എന്താണ്, ജീൻ സൈലൻസിങ് എന്താണ്, അഗ്രോ ബാക്ടീരിയൽ ട്യൂമിഫേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തെ +1 പോകും. അപ്പൊ നിങ്ങൾ +2 നിങ്ങൾ ആ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയാവുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് +1 ഞാൻ വെയിറ്റേജ് വെച്ചിട്ട് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ +1 പിന്നെ നിങ്ങൾക്ക് എന്തായാലും ടച്ച് കുറെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഫ്രോഗ് മാത്രം 16 മാർക്കിനാണ് 2025 വന്നത്. അപ്പൊ ഫ്രോഗ് അതുപോലെ പിന്നെ അത് കഴിഞ്ഞാൽ കോക്രോച്ചിലോട്ട് നിങ്ങൾക്ക് നോക്കാം. എന്തായാലും ഫ്രോഗ് നിങ്ങൾ മസ്റ്റ് ആണ്. 2025 4 ഇതിനകത്ത് വന്നത്. പിന്നെ അനിമൽ കിങ്ഡം 4 മാർക്കിന് 4 മാർക്കിനില്ല 4 ക്വസ്റ്റ്യൻസ് വന്നു. അപ്പൊ 16 മാർക്ക് വീണ്ടും. അപ്പൊ അതിനകത്ത് അനിമൽ കിങ്ഡത്തിലെ സീലോമേറ്റ എന്നൊക്കെ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിലെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ടല്ലോ, ഓരോ മൊത്തത്തിൽ അതിനെ ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. പിന്നെ ഓരോ ഫീച്ചേഴ്സ് ഓരോ ഏതെങ്കിലും ക്ലാസ് കോഡേറ്റിലൊക്കെ വരുന്നതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഡേറ്റും നോൺ കോഡേറ്റും ഒക്കെ ചോദിക്കാം. അപ്പൊ കോഡേറ്റ് എന്തായാലും ഇതിനകത്ത് പഠിച്ചു വെക്കുക. സൈക്ലോസ്റ്റോമാറ്റ, പിന്നെ എക്സാമ്പിളുകൾ, പിന്നെ വാട്ടർ വാസ്കുലർ സിസ്റ്റം, വാട്ടർ കനാൽ സിസ്റ്റം ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കെമിക്കൽ കോർഡിനേഷൻ ഇന്റഗ്രേഷൻ 5 ക്വസ്റ്റ്യൻ 20 മാർക്കിനാണ് ഇതുവരെ വന്ന. +1 തന്നെ ഹൈ വെയിറ്റേജ് ആണ്. അപ്പൊ അതിൽ ഹോർമോൺ ഏതൊക്കെ ഓർഗൻസ് ഏതൊക്കെ ഹോർമോണുകളാണ് ഉണ്ടാവുന്നത്, അഡ്രിനൽ മെഡുല്ല, അഡ്രിനൽ കോർട്ടക്സ് ഫംഗ്ഷന്റെ കാര്യങ്ങൾ, ഇൻസുലിന് ഡയബറ്റിക് പേഷ്യൻസിന് ഓറലി കൊടുക്കാറില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 ക്വസ്റ്റ്യനുകളാണ് അതിനകത്ത് കഴിഞ്ഞ വർഷം വന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതിന്റെ ഫംഗ്ഷന്, ഹോർമോണുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഹോർമോൺ പാർട്സ് നമ്മൾ പറഞ്ഞു. പിന്നെ അതിന്റെ ഇൻട്രൊഡക്ഷൻ ഓരോ ചാപ്റ്ററിന്റെ കഴിഞ്ഞ വർഷം സെൽ എന്നുള്ള ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ടറി ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നിന്ന് ആ ഭാഗങ്ങൾ നോക്കിയിട്ട് സയന്റിസ്റ്റുകളെ കുറിച്ചൊക്കെ അതിനെ പറഞ്ഞിട്ടുണ്ടാവും. അത് പഠിക്കാൻ റൈബോസോം, സെൻട്രോമിയർ, ഓരോ ഓർഗനെല്ലുകളും അതിനകത്ത് പഠിക്കാണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഗി സംഭവങ്ങൾ. പിന്നെ ഇതിലെസിറ്റിന് ഇതിലല്ല, അത് ബയോമോളിക്യൂൾ ഇതിനകത്ത് ഞാൻ വെച്ചൊക്കെ മാറിയതാണ്. ബയോമോളിക്യൂൾ നിങ്ങൾ എൻസൈംസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ന്യൂക്ലിയോടൈഡ്, സൈഡ്, നൈട്രജൻ ബേസ്, എൻസൈമിന്റെ അപ്പോ എൻസൈമിന്റെ പാട്ടുകൾ ഉണ്ടല്ലോ, നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നത്. പിന്നെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനും അതിനകത്ത് 2024 ഓർമ്മ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 2024 യെസ്. അപ്പം അതിനകത്ത് സെൽ സൈക്കിൾ, സെൽ ഡിവിഷൻ, അതുപോലെ മൈറ്റോസിസ്. ഇത് 2023 ഞാൻ ഓർക്കുന്നത്. ഈ ഒരു സെൽ സൈക്കിളിൽ തന്നെ മിയോസിസും മൈറ്റോസിസും വെച്ചിട്ട് 16 മാർക്കുകളും വന്നു എന്നാണ് എന്റെ ഓർമ്മ. 4-5 അങ്ങനെ. അപ്പൊ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. സെൽ യൂണിറ്റും സെൽ സൈക്കിളും ഒക്കെ നിങ്ങൾ മസ്റ്റ് പഠിച്ചു. പക്ഷേ 2025 അധികം വന്നില്ല. മൈറ്റോസിസിൽ നിന്ന് സ്പിൻഡിൽ ഫൈബേഴ്സിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ മിയോസിസിലെ ആ ഒരു സൈഗോട്ടിൻ, ലെപ്റ്റോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ എന്നൊക്കെ പറഞ്ഞ സ്റ്റേജുകൾ ഉണ്ടല്ലോ, അത് മസ്റ്റ് ആണ്. പിന്നെ മോർഫോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സീഡിന്റെ ഡയഗ്രാം സംഭവങ്ങൾ, പിന്നെ ഫ്ലവറിന്റെ സംഭവങ്ങൾ, പെരിഗനസ്, എപ്പിഗനസ്, അങ്ങനെ ആക്ടിനോമോർഫിക്, സൈക്കോമോർഫിക്, അതൊക്കെ എപ്പോഴും വരാറുണ്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിലെല്ലാം നോക്കി പോയിക്കോളൂ നിങ്ങൾ. പിന്നെ പ്ലാൻ കിങ്ഡം, അതിനകത്ത് ടെറിഡോഫൈറ്റ് എന്തുകൊണ്ടാണ്, അതിന്റെ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോത്താലസ് ആ സംഭവങ്ങൾ ചോദിക്കും. ഡയോഫൈറ്റിന്റെയും അതുപോലെ ചോദിക്കാറുണ്ട്. പ്രോട്ടോണിയം ആ സംഭവങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് പിന്നെ അതിന്റെ എക്സാമ്പിൾസ് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് 2 അത് ഫംഗ്ഷൻ ആണ് പലപ്പോഴും വരാറുള്ളത്. അപ്പൊ ഗിബ്രലിനെ, സൈറ്റോകൈനൊക്കെ ഫംഗ്ഷൻ ഉണ്ട്, ലോക്സിന്റെ ഒക്കെ. ഫോട്ടോസിന്തസിസിന് സൈക്കിൾ C3, C4 സൈക്കിൾ, C2 സൈക്കിൾ, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്, പിന്നെ റുബിസ്കോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഇതിനകത്ത് സ്റ്റെമ്മ്, ലീഫ്, അതിന്റെയൊക്കെ മോണോകോട്ട്, ഡൈക്കോട്ട് വ്യത്യാസങ്ങൾ നോക്കി വെച്ച് പോവുക. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത്. ബുള്ളിഫോം സെൽസ്, മോണോകോട്ട് ലീഫ്, ഡൈക്കോട്ട് ലീഫ്, മോണോകോട്ട് സ്റ്റെം ഒക്കെയാണ് വന്നത്. പിന്നെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ വിറ്റാക്കർ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ 2025 വന്നിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ 1 മാർക്കാണ് 2025 ഒരു ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കല്ല, അത് 4 മാർക്കിന്റെ വന്നിരിക്കുന്നത്. പിന്നെ റെസ്പിറേഷൻ പ്ലാന്റ്സിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പിന്നെ ക്രബ് സൈക്കിൾ ഒക്കെ പഠിച്ചു പോയിക്കോളും. പിന്നെ അതിലെ എണ്ണം ഉണ്ടല്ലേ, ATP എത്ര ഉണ്ടാവും, NADPH എത്ര ഉണ്ടാവും, NADP എത്ര വേണം എന്നുള്ള സംഭവങ്ങൾ, അത് ഫോട്ടോസിന്തസിസിലും റെസ്പിറേഷനിലും ഒക്കെ നിങ്ങൾ അതിന്റെ കൗണ്ട് നോക്കി പോയിക്കോളും. ബ്രീത്തിങ്ങിൽ വോളിയം ഡിസോർഡേഴ്സുമായി ബന്ധപ്പെട്ടൊക്കെ വരാറുണ്ട്. അപ്പം ഇതിനകത്ത് പിന്നെ ഈ ഒരു ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഓരോരോ ക്വസ്റ്റനുകളാണ് ഇതിനകത്ത് പലപ്പോഴും വന്നിട്ടുള്ളത്. എക്സ്ക്രീഷനിലോട്ടൊക്കെ പോകുമ്പോഴും അതിനകത്ത് 1-2 ക്വസ്റ്റനുകൾ എന്നുള്ള രീതിയിലാണ്. ലോക്കോമോഷൻ ആണെങ്കിലും അങ്ങനെയാണ്. ന്യൂറൽ കൺട്രോൾ, ബ്രെയിന്റെ പാർട്ട്, ന്യൂറൽ കൺട്രോൾ ആണെങ്കിൽ ബ്രെയിന്, അതിന്റെ ഫംഗ്ഷൻ, ന്യൂറൽ ട്രാൻസ്മിഷൻ ഒക്കെ ആണെങ്കിൽ ചോദിക്കാം. അതിനൊക്കെ 1-2 എന്നുള്ള രീതിയിലാണ്. പിന്നീട് ലിവിംഗ് വേൾഡിലോട്ട് വരുമ്പോൾ ഇതിനകത്ത് വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ സ്പീഷീസ്, ജീനസ്, അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചെറിയ ടാക്സ് ഏതാണ്, അങ്ങനെയൊക്കെ അതിനകത്ത് വരാം. സ്പീഷീസ്, ജീനസ്, അതിന്റെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സെറ്റിൽ, അതൊക്കെ നോക്കി വെച്ച് പോവുക. സ്പീഷീസ്, ജീനസ്, പിന്നെ ഫാമിലി, ഓർഡർ, അതുപോലെ തന്നെ ക്ലാസ്, ഫൈലം, ഡിവിഷൻ അല്ലെങ്കിൽ കിങ്ഡം, ആ സംഭവങ്ങൾ. പിന്നെ അത് തന്നെ അതിനകത്ത് ഓരോ സയന്റിഫിക് നിയമവും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കുക. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റ്. ഇതിനകത്ത് ബയോളജി. ഈ കെമിസ്ട്രിയിൽ ഇതുപോലെ ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് എന്നുള്ളത്. കെമിസ്ട്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം. പക്ഷേ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അതിനകത്ത് ഞാൻ ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾ ബയോളജി പഠിക്കും. എന്തായാലും ബയോളജി പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കെമിസ്ട്രിയിലാണെങ്കിൽ ഇപ്പൊ ബോണ്ടിങ്, നിങ്ങൾ മോളിക്കുലാർ സ്ട്രക്ചർ, പിന്നെ അതിനകത്ത് ഓർഗാനിക്കിലെല്ലാം നെയിം റിയാക്ഷൻസ്, പിന്നെ കോർഡിനേഷൻ കെമിസ്ട്രി, പിന്നെ സെക്കൻഡ് ഇയറിലെ ആ ഒരു
സൊല്യൂഷൻ ഇലക്ട്രോ കെമിസ്ട്രി അതൊക്കെ അങ്ങോട്ട് പഠിച്ചു പോകുക. DF കോർഡിനേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലൊക്കെ ഏതൊക്കെയാണെന്ന് ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനകത്ത് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾ സപ്പോർട്ടാണ് എല്ലാം ആവശ്യമാണെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ ഫിസിക്സിലെ ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ +2 ഈ ഒരു 3-4 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് +2 പഠിച്ചതൊക്കെ ആദ്യം നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് അതങ്ങോട്ട് സെറ്റ് ആക്കുക. പിന്നെ അതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ബാക്കി പിന്നെ ഫിസിക്സിലൊക്കെ ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ ഫോർമുലാസ് അതിനകത്ത് പഠിച്ചു പോയിക്കോളൂ എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.